നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, ചേട്ടാ ഞാനൊരു ലേബലായിട്ട് തുടങ്ങണോ, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ, ഒരു ലേബൽ സെറ്റപ്പ് തുടങ്ങണോ, അതല്ലെങ്കിൽ ഞാനൊരു ലേബലിന് എൻ്റെ ട്രാക്കുകൾ കൊടുക്കുന്നതാണോ നല്ലത്, ഏതാണ് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊരു ലേബൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. ഒരു തരത്തിലുള്ള റൈറ്റ്സും വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ റൈറ്റ്സും നിങ്ങളുടെ കയ്യിലായിരിക്കും. ക്രിയേറ്റീവ് റൈറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ്, കോമ്പോസിഷൻ റൈറ്റ്സ് എല്ലാം നിങ്ങളുടെ തന്നെ ആയിരിക്കും. നമുക്ക് വേറെ ആരുമായിട്ടും ഒരു ബാധ്യതകളും ഇല്ല. നമ്മളൊരു ലേബലിനാണ് പാട്ട് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് റൈറ്റ്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കാരണം നമുക്ക് വളരെ ഒരു ഫാൻ ബേസ് ഇല്ല, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലായിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളിയാണ്. പിന്നെ നമ്മൾ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. അതായത് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ലേബൽ ഒന്ന് പച്ച പിടിച്ച് വരാൻ വേണ്ടി കുറേ സമയമെടുക്കും. അതിനകത്തൊരു പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സഹിക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറായിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഒരു സ്വന്തം ലേബലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ എന്നാണ് പറയാൻ എനിക്കുള്ളത്. അതല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ലേബലുകൾക്ക് പാട്ടുകൾ കൊടുക്കാം. അവരുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് റവന്യൂ ഷെയറോ അതല്ലെങ്കിൽ ആദ്യമേ പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയോ അത് ഏത് രീതിയിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. രണ്ടിനും ഈ പറഞ്ഞതുപോലെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ യുക്തിയാണ് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്.